ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാരോട് ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഈ യാത്രാ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും മറ്റു വിവരങ്ങൾ നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സിറിയയിൽ ആഭ്യന്തര കലാപം അതീവ രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു യാത്രാ മുന്നറിയിപ്പ് ഇന്ത്യയിലെ പൗരന്മാർക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അത്തരത്തിലെ ഒരു യാത്രകളും പാടില്ല എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. ഒപ്പം നിലവിൽ ഇപ്പോൾ സിറിയയിലുള്ള ഇന്ത്യക്കാർ അവർ എത്രയും വേഗം തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അതിനായി കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുമുള്ള നിർദ്ദേശവും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അല്ലാതെ അവിടെ തന്നെ തുടരേണ്ട സാഹചര്യമുള്ളവർ പരമാവധി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതരായിരിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അത്തരത്തിൽ സിറിയയിൽ തന്നെ തങ്ങുന്ന ഇന്ത്യക്കാർ അവർ അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സഹായത്തിനായി ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടണം എന്ന അറിയിപ്പുണ്ട്. അതിനായി ഹെൽപ്പ് ലൈൻ നമ്പറും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നിലവിൽ 90 ഇന്ത്യക്കാരാണ് സിറിയയിൽ ഉള്ളത്. അതിൽ 14 പേർ UN സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇവർ ഉൾപ്പെടെയുള്ളവർ ദമാസ്കസിലെ ആവശ്യഘട്ടത്തിൽ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു.